ഏതാണ്ട് ഒരു മാസത്തിന് ശേഷമാണ് കേട്ടോ ഞാനൊന്ന് തല നനയ്ക്കുന്നത്. ചുമയും വയ്യായ്മയും ഒക്കെ കാരണം തല നനയ്ക്കാറുണ്ടായിരുന്നില്ല. ഈ 2-3 നേരമൊക്കെ നെബുലൈസേഷൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ മുഖത്തിനൊക്കെ ആകെ ഒരു ചൂട് എടുക്കുമായിരുന്നു എനിക്ക്, ഒരു മാസമായിട്ട് തല നനയ്ക്കാഞ്ഞിട്ട്. അപ്പോൾ ഒന്ന് തല നനച്ച് കുളിച്ചു, അടിച്ച് തെളിച്ച് കുളിച്ചു പറയണത് മൊത്തത്തിലൊന്ന് അടിച്ച് തെളിച്ച് കുളിച്ചു ഞാൻ എന്നെ തന്നെ. എന്നിട്ട് തലമുടിയിൽ നെറുകിൽ രാസ്നാദി ഇട്ടു. പിന്നെതാ എൻ്റെ കാച്ചയും മോരിനെ വല്ലാതെ മിസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കമൻ്റൊക്കെ കണ്ടിരുന്നു. അപ്പോൾ നമ്മുടെ കാച്ചയും മോരിതാ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. സന്തോഷമായോ? ഞാൻ കുറച്ച് വലിയ പാത്രത്തിൽ കാച്ചയും മോര് കാച്ചുന്നുണ്ട്. ഇപ്പോൾ ചുമയൊക്കെ ആയത് കാരണം കുറേ ദിവസം മോരൊന്നും കൂട്ടാതെ ഞാൻ ഊണ് കഴിച്ചിരുന്നു കേട്ടോ. എനിക്കും മോര് കാച്ചിയത് വല്ലാതെ മിസ് ചെയ്തിരുന്നു. ഞാൻ വീട്ടിലിങ്ങനെ വാശി പിടിക്കുന്നു, എനിക്ക് മോര് വേണം, എനിക്ക് മോര് വേണം. അമ്മ അച്ഛനൊക്കെ എന്നെ ചീത്ത പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ മോര് കാച്ചിയില്ല. അങ്ങനെ ഇപ്പോൾ ദാ കാച്ചിയ മോരുണ്ടാക്കി ഊണ് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കൂട്ടാൻ എന്ന് പറയുന്നത് മോര് വെച്ച് കൂട്ടാൻ വെച്ചിട്ടുണ്ട് അമ്മ. പിന്നെ ഇന്നലത്തെ സാമ്പാർ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും പ്ലേറ്റിലേക്ക് അങ്ങ് കമിഴ്ത്തി കുറച്ചെടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഊണൊക്കെ വളരെ കുറച്ച് തന്നെ കഴിക്കാറുള്ളൂ, എനിക്ക് വേണം തോന്നാറില്ല. അങ്ങനെ ഊണ് കഴിച്ചു. പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ കൂടെ. പപ്പടമൊക്കെ കൂട്ടി ഊണ് കഴിച്ചു. കുറച്ച് നേരം അവിടെ പോയിരുന്നു. അതിനുശേഷം അമ്മ പറഞ്ഞു ഏതായാലും അച്ഛൻ എന്തെങ്കിലും. അപ്പം അച്ഛന് പാവം നാവിന് രുചിയൊന്നും കിട്ടില്ല. അപ്പം എന്താകുമ്പോഴും ഉപ്പില്ല, എരിയില്ല, ഇതില്ല. കുറേ ദിവസം ഭക്ഷണമൊന്നും മര്യാദയ്ക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പം 4 മണിയായാലും അച്ഛൻ എന്തെങ്കിലും അങ്ങനെ തപ്പുമായിരുന്നു തിന്നാനുണ്ടോയെന്ന്. അപ്പം അമ്മ പറഞ്ഞു അച്ഛൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്ക്. അപ്പോൾ അത് നമ്മുടെ പതിവ് സംഭവം തന്നെ, പൊക്കവട എന്നൊക്കെ പറയാം. മൈദയും കടലമാവും പിന്നെ അതൊക്കെ പാടാൻ മിക്സ് ചെയ്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടു മിക്സ് ചെയ്തു. പിന്നെ സവാള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, മല്ലിയില അതെല്ലാം പാടെ ചോപ്പ് ചെയ്തിട്ടു. എന്നിട്ട് വെളിച്ചെണ്ണയിൽ കുറേശ്ശെ കോരി ഒഴിക്കുകയാണ്. പൊക്കവട എന്നൊക്കെ പറയാം, പക്ഷെ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ വൈകുന്നേരത്തെ സ്നാക്ക് അങ്ങനെ ഉണ്ടാക്കി. ചുമയുടെ കൂടെ എനിക്ക് വേറൊരു സംഭവം കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ ഇടുപ്പ് പിടിച്ചു. ഇടുപ്പ് അവിടെ ഒരു ഉളുക്ക് പോലെ അങ്ങ് വന്നിട്ട് ഞാൻ ശരിക്കും ലോക്കായി. എനിക്ക് നടക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. കിളിച്ചുണ്ടൻ മാമ്പഴം എന്നുള്ള സിനിമയിലെ വെള്ളാട്ട പോക്കറുടെ ഒരു ക്യാരക്ടറില്ല, അതുപോലെ ഞാൻ നടന്നിരുന്നിട്ടോ വീടിൻ്റെ ഉള്ളിൽ. മുറ്റത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റായിരുന്നില്ല. പിന്നെ ചുമയ്ക്കും കൂടെ ചെയ്യുമ്പോൾ ഭയങ്കര വേദനയായിരുന്നു, സഹിക്കാൻ പറ്റാത്ത വേദന. അവസാനം ഹോസ്പിറ്റലിൽ പോയി പെയിൻ കില്ലർ ഇഞ്ചക്ഷനൊക്കെ എടുപ്പിച്ചു. എന്നിട്ടും വേദനയ്ക്ക് കുറവില്ല. എനിക്ക് അത് പേടിയായി. അവർ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കി, പക്ഷേ അതിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ വേദന ഭയങ്കരമായിരുന്നു. പിന്നെ ഞാൻ തൈലമൊക്കെ ഇട്ട് കുറച്ചൊന്ന് ആയി വരുന്നുണ്ട്. അപ്പോൾ ഇതാ ഈവനിങ് കോഫിയും സ്നാക്കും ഒക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞു. അച്ഛന് ഇഷ്ടമായി, അമ്മയ്ക്ക് ഇഷ്ടമായി, ഞാനും കഴിച്ചു. കോഫി കൂടി കഴിഞ്ഞിട്ട് ഞാൻ മേമയുടെ അവിടെ പോയി. അവിടെ കവിത ചേച്ചി നിൽക്കുന്നുണ്ടായിരുന്നു. മേമ അവിടെ ഉപ്പേരി കഷ്ണം എന്തൊക്കെയോ അവിടെ നിന്ന് നുറുക്കുകയാണ്. അപ്പോൾ അവിടെ കവിത ചേച്ചി ഉണ്ട്. കവിത ചേച്ചി ഒരു തിരുവാതിരക്കളി ആർട്ടിസ്റ്റാണ് കേട്ടോ. ഞങ്ങളൊക്കെ ഒരു ട്രൂപ്പിലായിരുന്നു. പിന്നെ ഞാൻ വയ്യാതെ ആയതുകൊണ്ട് ട്രൂപ്പിൽ നിന്നൊക്കെ മാറി. അപ്പോൾ കവിത ചേച്ചി അതവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. കവിത ചേച്ചി പറയാം, കവിത ചേച്ചി ഇപ്പോൾ വൈറലാവപ്പോൾ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അവിടെ നിന്നിട്ട്. അപ്പോഴത്തേക്ക് ഇതാ ജാനുവരുത്തി വന്നു. ജാനുവമ്മ പിന്നെ ഫേമസ് ആ. മേമയുടെ വീടിൻ്റെ മുമ്പിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് കേട്ടോ അതും. ആ കാണുന്നതാണ് എൻ്റെ വീട്. അപ്പോൾ മേമയും വല്യമ്മയും അമ്പ്യോപ്പിളും ഞങ്ങളും ഒക്കെ ഇതാ ഇങ്ങനെ ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ്. പിന്നെ കവിത ചേച്ചി ഞങ്ങളുടെ നൈബർ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ വൈകുന്നേരം ഇങ്ങനെ കൂടാം, രസമാണ്. അപ്പോൾ ഇതാ മേമ ഉപ്പേരി കഷ്ണമൊക്കെ നുറുക്കി തന്നു. ഞാനതുകൊണ്ട് ഇങ്ങ് പോന്നു.